കാര്യവട്ടം 2020-ൽ ന്യൂസിലാൻഡിനെ 46 റൺസിന് തോൽപ്പിച്ച ഇന്ത്യ 272 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കിവീസ് 225 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യയ്ക്കായി അർഷ്ദീപ് അഞ്ജും അക്സർ പട്ടേൽ 3 വിക്കറ്റ് നേടി 80 റൺസ് നേടിയ ഫിൻ അലനാണ് കിവീസിന്റെ ടോപ്പ് സ്കോറർ. നേരത്തെ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷന്റെ കരുത്തിലാണ് ഇന്ത്യ 271 റൺസ് നേടിയത്. സഞ്ജു 6 റൺസ് മാത്രമാണ് നേടിയത്. മഹേഷ് പോലൂരിന്റെ വിവരങ്ങൾ നൽകാനായി. മഹേഷ്, ഇന്ത്യയുടെ പ്രകടനത്തിന് മുന്നിൽ ന്യൂസിലാൻഡ് തകർന്നടിയുകയായിരുന്നു. ഒപ്പം സഞ്ജുവിന്റെ മോശം പ്രകടനവും. ജീന, തീർത്തും ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കണ്ടത്. നമ്മൾ സഞ്ജു സാംസന്റെ ഒരു മികച്ച പ്രകടനം, ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിച്ചാണ് കാണികൾ എല്ലാവരും എത്തിയത്. പക്ഷേ സഞ്ജു നിരാശപ്പെടുത്തുകയാണെന്നാണ് കണ്ടത്. 6 പന്ത് നേരിട്ടു, അതിലൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി എന്ന് പറയുന്നത് തന്നെ ഒരു എഡ്ജിലൂടെ വന്നതാണ്. 6 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. പക്ഷേ ഇവിടെ കാത്തിരുന്ന ആരാധകരെ നിരാശരാക്കാതെയാണ് ഇഷാൻ കിഷന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടത്. ഇഷാൻ 42 പന്തിൽ സെഞ്ചുറി നേടി, അതിവേഗം സെഞ്ചുറി പൂർത്തിയാക്കി. അതിൽ 10 സിക്സറും 6 ബൗണ്ടറിയും ഉണ്ടായിരുന്നു. അതായത് 84 റൺസ് ഇഷാൻ നേടിയത് ഈ ബൗണ്ടറിക്ക് മുകളിലൂടെയും ബൗണ്ടറിയെ മറികടന്നുമുള്ള റൺസ് സ്കോറിംഗിലൂടെയാണ്. മാത്രമല്ല പിന്നാലെ വന്നിരിക്കുക ഇപ്പൊ സൂര്യകുമാർ യാദവിന്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നമ്മൾ കണ്ടു. ഹാർദിക് പാണ്ഡ്യയുടെ ഉഗ്രൻ സിക്സറുകൾക്ക് നമ്മൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. അതിന് പിന്നാലെ 272 എന്നൊരു കൂറ്റൻ സ്കോറാണ് ടീം ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ആ സ്കോർ മറികടക്കാൻ ന്യൂസിലൻഡ് തുടക്കത്തിൽ തന്നെ ആഞ്ഞടിക്കുന്നതാണ് കാണുന്നത്. പ്രത്യേകിച്ച് തുടക്കത്തിലെ 6 ഓവറുകൾ, ആ 6 ഓവറിൽ തന്നെ ന്യൂസിലൻഡിന്റെ സ്കോർ 79-ൽ എത്തി നിന്നിരുന്നു. ഫിൻ അലൻ അദ്ദേഹത്തിന്റെ ഒരു മികച്ച ബാറ്റ് നമ്മൾ അവിടെ കണ്ടു. ഇന്ത്യയുടെ ബൗളർമാരെ തുടക്കത്തിൽ കണക്കിന് ശിക്ഷിക്കുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് അർഷദീപ് സിംഗ് ആദ്യത്തെ 2 ഓവറിൽ 40 റൺസ് വഴങ്ങി. ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും ഒക്കെ ഫിൻ അലന്റെ ബാറ്റിൽ നിന്ന് ശരിക്കും ഒന്ന് വിയർക്കേണ്ടി വന്നു. പക്ഷേ അർഷദീപ് സിംഗിന്റെ ഒരു തിരിച്ചു വരവ് നമ്മൾ ഈ ഗ്രൗണ്ടിൽ കണ്ടു. അവസാനം അർഷദീപ് എറിഞ്ഞ 2 ഓവറിൽ കേവലം 11 റൺസ് മാത്രം വിട്ടു നൽകിയ അർഷദീപ് 5 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ ഈ മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കിയത് അർഷദീപിന്റെ ഒരു മിന്നുന്ന ബൗളിംഗ് പ്രകടനം തന്നെയാണ്. പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ടത് കിവീസിന്റെ ഒരു പോരാട്ട വീര്യം തന്നെയാണ്. ഫിൻ അലന്റെ ബാറ്റിംഗ് മികവിൽ അവർ 225 എന്നുള്ള മോശമല്ലാത്ത ഒരു സ്കോറിലേക്ക് എത്തി. 46 റൺസിനാണ് ടീം ഇന്ത്യയുടെ ജയം എന്ന് പറയുന്നത്. പക്ഷെ തിരുവനന്തപുരത്തെ ആരാധകരെ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർക്കൊരു നിരാശ. സഞ്ജു സാംസന്റെ ഒരു വലിയ ബാറ്റിംഗ് പ്രകടനം കാണാനായില്ല എന്നുള്ളൊരു വിഷമം കൂടി അവരുടെ മനസ്സിലുണ്ട്. ജീന. ശരി മഹേഷ്, ഏതായാലും കാര്യവട്ടം 2020-ൽ ന്യൂസിലാൻഡിനെ തകർത്തെറിഞ്ഞ ഇന്ത്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയെന്നതാണ് ആരാധകരുടെ ഏറ്റവും വലിയ നിരാശ. മഹേഷ് പോലൂരാണ് വിശദാംശങ്ങൾ നൽകിയത് കാര്യവട്ടത്തിൽ നിന്നും.